എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാർക്ക് ഒരു വൈബ്രേറ്റർ മേടിച്ചു കൊടുക്കണമെന്നുള്ള അഭിപ്രായക്കാരൻ. കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടി ട്യൂഷൻ എടുക്കുവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പോകുന്നതായിരിക്കും. നാളെ ഒരു ലവർ ഉണ്ടാവാം, നാളെ ഒരു എന്നോടൊന്നും തോന്നല്ലേ. എന്റെ ലവ് ലാംഗ്വേജ് എന്താന്ന് പറയും? അപ്രീസിയേഷൻ. ഇത് ചെയ്യാറില്ല. ചെയ്യാനൊരു ചമ്മല് മടി. സൂപ്പറായിട്ടോ, അടിപൊളിയായിട്ടോ, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും. ഞാൻ ഒരു കാര്യം മാത്രമേ പറയുള്ളൂ, ബേസിക് ഹൈജീൻ ഇസ് എ മസ്റ്റ്. കുട്ടി എന്താ കുത്തി പറയുന്നത്? ശരിക്കും എൻ്റെ ഒരു കോൺസെപ്റ്റിൽ മാരേജിനൊക്കെ ഒരു എക്സ്പയറി ഡേറ്റ് വേണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്തോ, പക്ഷെ 10 കൊല്ലം കഴിഞ്ഞാൽ ശരി മോനെ ടാറ്റ ബൈ. കുറെ പേര് ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ടോ, ലവ് ഇല്ലാതെ സെക്സ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. സ്ത്രീകൾ പറയുന്ന പൊതുവെ, ആണുങ്ങൾ നേരെ തിരിച്ച്. ആണുങ്ങൾ പൊതുവെ എൻ്റെ DNA എവിടെയൊക്കെ കൊണ്ടുപോയി വിതക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ നോക്കി നടക്കുന്ന ആൾക്കാരാണ്. ഫീമെയിൽ ബോഡി നമ്മുടെ നാട്ടിൽ പൊതുവെ അറിയില്ലാത്തൊരു സാധനമാണ്. സ്ത്രീകളുടെ ഓർഗാസത്തിൽ സ്ത്രീകൾക്ക് ആണുങ്ങളെക്കാൾ കൂടുതൽ ലൈംഗിക ശേഷിയുള്ളതെന്നറിയില്ല. ഇതെന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ലാതെ ആൾക്കാർ കല്യാണം കഴിക്കുന്നത്. പ്രേമിച്ചിട്ട് കല്യാണം കഴിക്കാൻ വേണ്ടി കൺവേർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രേമം അവിടെ നിർത്തിയാണ്. ഇറ്റ്സ് എ ട്രാപ്പ്. ഈ സമയത്തൊന്നും പള്ളിക്കാരും അമ്പലക്കാരും തിരിഞ്ഞു നോക്കത്തില്ല. പക്ഷേ ഗോമതിനെ കല്യാണം കഴിച്ച് ഒരു മുസ്ലിം ഫാമിലി വന്നിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ഗോമതിനെ മുസ്ലിമായിട്ട് കൺവേർട്ട് ചെയ്താൽ ഞാൻ ഹിന്ദുവായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. മാരേജ് മിക്കവാറും പുതിയ കാർ വാങ്ങുന്ന പോലെയാണ്. ആദ്യത്തെ ഒരു 5000 കിലോമീറ്റർ വലിയ കുഴപ്പമൊന്നുമില്ലാതെ സാധനം കൊടുക്കും. അത് നമ്മുടെ മെയിൻ്റനൻസ് ചെയ്യാൻ അറിയില്ല ആളുകൾ. ഞാൻ ഗോമതിയോട് ചോദിക്കാൻ വന്നത്, നസീർ ഇപ്പം പറഞ്ഞിരുന്നു 24ാമത്തെ വയസ്സിലായിരുന്നു ഗോമതി കല്യാണം കഴിക്കില്ല. ഇപ്പൊ നസീറിന്റെ ഒരു ഫാമിലിയെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇപ്പൊ നമ്മൾ 24 വയസ്സെന്നല്ല, നമ്മളൊരു ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് കേപ്പബിൾ ആണോ നോക്കുന്ന 2-3 കാര്യം. ഒന്ന് കുടുംബം. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഫാമിലി തന്നെ ചോദിക്കുന്നുണ്ട്, മുസ്ലിംസ് 2-3 കെട്ടുന്നുണ്ട്. ഇപ്പൊ ഗോമതിക്ക് ഒരു മുസ്ലിം പേരാന്ന് അറിയത്തില്ല, പക്ഷെ പിന്നീട് ഒരു മുസ്ലിം ആണെന്നറിയാം. പക്ഷെ ഇത് 2ാമത്തെ കല്യാണം കഴിക്കുക. കാരണം നസീർ തന്നെ പറഞ്ഞു ഫാമിലി ആയിട്ട് അങ്ങനെ ഒരു ചരിത്രം ഉണ്ട് അവർക്ക്. ആ ഒരു പേടി ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയായിരുന്നു പിന്നെ ഇതൊരു റിസ്ക്? ഈ പറഞ്ഞ പോലെ ഇതൊരു റിസ്ക് ആണ്. അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു മൈൻഡ് ഒന്നും അപ്പൊ ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാല് നമ്മൾക്ക് ഈ പ്രേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ എല്ലാ കണ്ണൊക്കെ അതൊക്കെ ഇങ്ങനെ മറച്ചു കഴിഞ്ഞിട്ട് പറയാം. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അതുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചതും പോണോ എങ്ങനെ ചോദിച്ചതും. അപ്പോൾ പുള്ളിക്കാരന് ഓൾറെഡി ഒരു ധാരണ ഉണ്ടായിരുന്നു, എന്തോ സംതിങ് ഈസ് ഗോയിങ് ഓൺ അങ്ങനെ. അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. എന്നെ ഇങ്ങനെ പറ്റിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ കല്യാണം വേറെ കഴിക്കും, അങ്ങനെയുള്ള ഒരു ഫുൾ വിശ്വസിച്ചാണ് ഞാൻ കല്യാണം കഴിച്ചത്. മുഴുവനായിട്ട് വിശ്വാസം ഉണ്ടായിരുന്നു. പ്രേമം എന്നെ ഒരിക്കലും ചതിക്കില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. നസീറിന് ഇങ്ങനെ ഇപ്പോൾ നമ്മളൊരു ഈ കുട്ടി ഇതിപ്പോൾ ഒരു പക്ഷേ കേരളത്തിൽ ജനിക്കാത്തതുകൊണ്ടായിരിക്കാം. ഒരു പക്ഷേ കേരളത്തിൽ ജനിച്ചിരുന്നെങ്കിൽ ഈ പറയുന്ന എല്ലാം ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തേനായിരുന്നു. തെങ്കാശി ആയതുകൊണ്ടാണ് കുറച്ച് എന്റെ ഒരു വൈൽഡ് ഗസ് പോയി. വൈൽഡ് ഗസ് ആണത്. ഈ പറയുന്ന പോലെ ഗോമതി ഇഷ്ടം എന്ന് പറഞ്ഞപ്പോ അപ്പർ കാസ്റ്റ് ആണ്, വേറെ മതമാണ്. എങ്ങനെയായിരുന്നു ഇതൊന്ന് സോർട്ട് ഔട്ട് ചെയ്യണം? അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, സോറി കേട്ടോ, ഇന്ററപ്റ്റ് ചെയ്യാൻ ക്ഷമിക്കുക. ഞാൻ കണ്ടത് ആക്ച്വലി കുറച്ചും കൂടി ജോവിയൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായത് ഫാമിലി ആയിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു എനിക്ക് മനസ്സിലായി. എന്ന് വെച്ചാൽ പുള്ളിക്ക് ഭയങ്കര ആഗ്രഹങ്ങളായിരുന്നു, വീട് കെട്ടണം, വീടൊക്കെ ഉണ്ടാക്കണം. അവർ ചെറിയ വീടായിരുന്നു. അപ്പോൾ എപ്പോഴും അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വർത്തമാനം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഒക്കെ കുറച്ചും കൂടി ഫാമിലി ഓറിയന്റഡ് പേഴ്സൺ ആയിരുന്നു എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പ്രൊസീഡ് ചെയ്തത്. തെറ്റിയിട്ടില്ല. ഇതിലുണ്ടല്ലോ, ഇതിലൊരു എവല്യൂഷണറി സാധനം കൂടി ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലൊരു വ്യത്യാസമുണ്ട്. പെണ്ണുങ്ങൾ പൊതുവെ കാര്യം കുട്ടികളുടെ ചുമതല പാല് കൊടുക്കുന്നതൊക്കെ അവരാണല്ലോ, അവരാണ് നോക്കുന്നത്. കുട്ടികളുടെ കേസിൽ ഈ മനുഷ്യൻ നിവർന്ന് നടക്കാൻ തുടങ്ങിയതിൻ്റെ ഒരു പ്രശ്നമാണ്. മനുഷ്യൻ നിവർന്ന് നടക്കാൻ തുടങ്ങിയപ്പോൾ ബർത്ത് കനാൽ ചുരുങ്ങി. അപ്പോൾ പ്രസവിക്കാൻ നേരത്ത് കുട്ടികൾ പൂർണ്ണമായിട്ട് വളർച്ച എത്തിക്കഴിഞ്ഞാൽ പ്രസവിച്ച് കഴിഞ്ഞാൽ അമ്മ മരിച്ചു. അതുകൊണ്ട് പകുതി ഹാഫ് കുക്ക്ഡ് ബേബീസാണ് നമ്മുടെ കുട്ടികൾ പുറത്തേക്ക് വരുന്നത്. തലച്ചോറൊന്നും തലയൊട്ടിയൊന്നും ഉറച്ചിട്ടുണ്ടാവില്ല. കാണാൻ പറ്റും, ഇവിടെ സ്പന്ദിക്കുന്നതൊക്കെ കാണാൻ പറ്റും ചെറിയ കുട്ടികളുടെ തലയിൽ. ഈ സാധനം വളർന്നു വരാനായിട്ട് കുറേ സമയം എടുക്കും. ആ സമയത്ത് അമ്മയാണ് നോക്കുന്നത്. അതുകൊണ്ട് അമ്മമാർ, സ്ത്രീകൾ പൊതുവെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഫാമിലി നോക്കുന്ന ഒരു പുരുഷൻ കൂടെ ഉണ്ടോന്നാണ്. അത് ഭയങ്കര, അതുകൊണ്ടാണ് പൊതുവെ ആളുകൾ പറയുന്നത് എനിക്ക് ലവ് ഇല്ലാതെ സെക്സ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. സ്ത്രീകൾ പറയുന്ന പൊതുവെ, ആണുങ്ങൾ നേരെ തിരിച്ച്. ആണുങ്ങൾ പൊതുവെ എൻ്റെ DNA എവിടെയൊക്കെ കൊണ്ടുപോയി വിതക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ നോക്കി നടക്കുന്ന ആൾക്കാരാണ്. നമ്മളൊരു മോണോഗമസ് കോൺട്രാക്ട് കല്യാണം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ആധുനിക ലോകത്ത് കല്യാണം എന്ന് പറയുമ്പോൾ അതിൽ ലൈംഗികതയുണ്ട്, അതിൽ പ്രോപ്പർട്ടി ഇൻവോൾവ് ആണ്, പ്രണയം ഇൻവോൾവ് ആണ്, ഫാമിലി ഇൻവോൾവ് ആണ്. ഇതെല്ലാം കൂടി ഒറ്റ പാക്കേജിലാക്കിയിരിക്കുക.
എല്ലാം കൂടി അത് വർക്കാണെന്ന് നിർബന്ധമൊന്നുമില്ല ചിലത്. പക്ഷേ ദേ വിൽ സ്റ്റിൽ കണ്ടിന്യൂ ദാറ്റ് മോണോഗമസ് കോൺടാക്ട്. നമ്മൾ പറയുന്നത് അവിടെയാണ് ഈ ഫ്രോണ്ടൽ കോർട്ടക്സിൻ്റെ പ്രശ്നം വരുന്നത്. നമ്മൾ ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു പെൺകുട്ടിനെ കണ്ട് തിരിഞ്ഞു നോക്കിയാലും പെട്ടെന്ന് ഇങ്ങനെ ഒരു ക്ലിക്ക് വരും, ഇത് ശരിയല്ലല്ലോ, കാര്യം നമ്മൾ ഈ മോണോഗമസ് കോൺട്രാക്ട് ഫോളോ ചെയ്യുന്ന ആളാണല്ലോ എന്നുള്ളൊരു എല്ലാവർക്കും ആവണമെന്നില്ല അങ്ങനത്തെ ഒരു അങ്ങനെ അല്ലാതെ. അപ്പൊ ഈ നേരത്തെ ഈ പറഞ്ഞതിന്റെ ഞാൻ പറഞ്ഞ ഇവല്യൂഷണറി ഫാക്ടറും കൂടി ഉണ്ട്. ഇങ്ങനെ ഒരാൾ കുടുംബം നോക്കുന്ന ആളാണ്, അതുകൊണ്ട്. പക്ഷേ ഈ ജാതി മതം എന്ന് പറഞ്ഞാൽ എനിക്ക് കാര്യം കൊച്ചിക്കാർക്ക് അങ്ങനെ സാധനം ഉണ്ട്, ഇത് തലേ വരില്ല, വലിയ ബുദ്ധിമുട്ടാണ്. അന്ന് ഞാൻ മുസ്ലിമാണ്, ഇത് ഹിന്ദു, അങ്ങനെ ഒരു വിചാരമേ പോകുന്നില്ല. ശരിക്കും ഞാൻ ഒരിക്കലും മുസ്ലിമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, ടു ബി വെരി ഫ്രാങ്ക്. കാര്യം ഞാൻ ആകെ പള്ളിയിൽ പോയിരിക്കുന്ന 2-3 തവണ മാത്രം. അത് ഉരുന്ന ഉമ്മാൻ്റെ കൂടെ പോയത് വാപ്പ വേറെ പെണ്ണ് കെട്ടിയപ്പോൾ ഉമ്മാക്കൊരു വിചാരം വേറെ പെണ്ണ് കെട്ടാൻ പാടില്ല, ആദ്യ ഭാര്യയുടെ സമ്മതം ഇല്ലാതെ കെട്ടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഖുറാനിലുണ്ടെന്നൊക്കെ പുള്ളിക്കാരെ എനിക്കറിയില്ല കേട്ടോ, ഞാൻ ഒന്നും വായിച്ചിട്ടില്ല. അപ്പം ഞങ്ങൾ പള്ളിയിൽ പോയി ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വേറെ കല്യാണം കഴിപ്പിക്കാൻ. അവർ പറഞ്ഞ് വി ഹാവ് നോ ഐഡിയ, കാര്യം പുള്ളി വേറെ ഏതോ മഹലിൽ പോയിട്ട് കല്യാണം കഴിച്ചിരിക്കുന്നത്. അവരതൊന്നും കെയർ ചെയ്യുന്നില്ല. ഈ മതം എപ്പോഴാണ് കെയർ ചെയ്യുന്നത്? അതിൻ്റെ കഥ പറയാം. നമ്മൾ ഈ പേപ്പറൊക്കെ ഇട്ട് കപ്പിൾ ഡേക്ക് വെച്ച് ഞാൻ വെളിയമ്പലത്തിൽ കപ്പിൾ ഡേക്ക് വെച്ച് 35 രൂപയാണ് 10 ദിവസം കൊണ്ട് ലാഭം കിട്ടും. ആ ലാഭമാണ് എൻ്റെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ്, ആദ്യത്തെ ബാങ്ക് അക്കൗണ്ട്. പള്ളുരുത്തിലെ ഇത് ഈ സമയത്തൊന്നും പള്ളിക്കാരും അമ്പലക്കാരും തിരിഞ്ഞു നോക്കത്തില്ല. പക്ഷേ ഗോമതിനെ കല്യാണം കഴിച്ച് എനിക്കൊന്നൊരു 1 മാസം കഴിഞ്ഞപ്പോൾ ഒരു മുസ്ലിം ഫാമിലി വന്നിട്ട് നമ്മൾ ചോദിച്ചു നമ്മൾ കൺവേർട്ട് ചെയ്യണമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഗോമതിനെ മുസ്ലിമായിട്ട് കൺവേർട്ട് ചെയ്താൽ ഞാൻ ഹിന്ദുവായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. കാര്യം പ്രേമിച്ചിട്ട് കല്യാണം കഴിക്കാൻ വേണ്ടി കൺവേർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രേമം അവിടെ നിർത്തിയാണ്. ഇറ്റ്സ് എ ട്രാപ്പ്. എന്താ വെച്ചാൽ ഇതുപോലും മതം അതിൻ്റെ ഒരു ഫാക്ടറി ആകാൻ പാടില്ല. നമുക്ക് വഴക്കടിക്കാൻ വേറെ ഇഷ്ടം പോലെ വിഷയങ്ങളുണ്ട്. മതം പ്രേമിച്ച് കല്യാണം MN വിജയൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ വിജയിച്ച പ്രണയങ്ങൾ കുടുംബകലഹങ്ങളും പരാജയപ്പെട്ട ഇത് കവിതകളായിട്ട് അല്ല. ഇതില് സത്യം പറഞ്ഞാൽ എനിക്ക് വിവാദത്തെ കുറിച്ചൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇത് വീട് നോക്കണ കാര്യമൊക്കെ ഓക്കെ, പക്ഷെ എന്താണ് ഒരു സ്ത്രീ, എന്താണ് ഒരു കല്യാണം, എന്താണ് കുടുംബം, ഒരു പിടുത്തമില്ലാതെ ഞാൻ കല്യാണം കഴിച്ചു. ആബ്സല്യൂട്ട് ഐ ഹാഡ് നോ ഐഡിയ. എനിക്ക് തോന്നുന്നത് കല്യാണം കഴിക്കുന്ന ബഹുഭൂരിപക്ഷത്തിൻ്റെ ഒരു ഐഡിയ ഇല്ല. പെണ്ണിൻ്റെ ശരീരം എന്താണെന്ന് പോലും ആണുങ്ങൾക്ക് അറിയാൻ പാടില്ല. അതിന് ആണുങ്ങൾ കല്യാണം കഴിക്കുന്നത്. മനസ്സ് വിട്. ഇതെല്ലാം കഴിഞ്ഞ് കുറെ ബുക്ക് വായിച്ചു കഴിയുമ്പോഴാണ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഉണ്ട്, ലവ് ലാംഗ്വേജസ് ഉണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇൻഫോംഡ് ആണ് ആൾക്കാർ. ഞാൻ അതിനെക്കുറിച്ച് കുറെ എഴുതിയിട്ടുണ്ട്. കാര്യം ഇപ്പോൾ ലവ് ലാംഗ്വേജിൻ്റെ ബുക്ക് വായിച്ചപ്പോൾ 5 ലവ് ലാംഗ്വേജസ്, അത് ജനറലൈസേഷൻ, പലർക്കും പല ഇതിലാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ വരുന്ന കപ്പിൾസൊക്കെ ആയിട്ട് ഇത് എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്ത് നോക്കും എന്താണ് അവരുടെ. അപ്പോൾ ആളുകൾ പറയുന്നത് ചില ആളുകളുടെ നമ്മൾ ലവ് എക്സ്പ്രസ് ചെയ്യുന്ന പല വിധത്തിലാണ്. അത് മറ്റേ ആൾക്ക് ഫീൽ ചെയ്യണ്ടോ ഇല്ലയെന്ന് നമുക്കറിയില്ല. ഞാൻ വിചാരിച്ചു ഞാൻ അടുക്കള കുക്ക് ചെയ്യും, വാഷ് ചെയ്യും, അതെല്ലാം ചെയ്യും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഞാൻ എൻ്റെ പ്രേമം പ്രകടിപ്പിക്കുന്ന അങ്ങനെ. ഗോമതിക്ക് പക്ഷേ ലവ് ലാംഗ്വേജ് ഫിസിക്കൽ ടച്ചാണ്. ഈ കൈ ഇങ്ങനെ പിടിച്ചിരിക്കുക എന്നുള്ളത് ഗോമതിയുടെ ഫിസിക്കൽ ടച്ച്, ലവ് ലാംഗ്വേജാണ്. ഇത് ഞാൻ ചെയ്യാൻ എനിക്ക് ഭയങ്കര ചമ്മല. കാര്യം ഞാൻ ജനിച്ചു വളർന്ന സമയത്ത് പെണ്ണുങ്ങളോട് സംസാരിക്കാൻ പോലും സമ്മതിക്കത്തില്ല. അതൊക്കെ മാറ്റണം മിസ്റ്റർ. ഒരു സംശയം വേണ്ട, എഴുതിയാൽ മാത്രം പോരാ, അത് മാറ്റണം. അല്ല എന്റെ പ്ലാസ്റ്റിസിറ്റി ബ്രെയിൻ നമ്മൾ വയസ്സായെന്നുള്ള ഞാൻ കാരണം പറയട്ടെ, ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ്. ഒരു അലാറം നമ്മളാണോ സെറ്റ് ചെയ്യുന്നത്? സോ നമുക്ക് നമ്മുടെ ബ്രെയിനിൽ സെറ്റ് ചെയ്യാം. നമ്മൾ ഇപ്പം ഞാൻ 100% എഗ്രി ഒന്നും മാറ്റണം എന്നുള്ളത് പറ്റണ്ടേ? എനിക്ക് ഭയങ്കര ചമ്മല. ഇപ്പൊ ഗോമതി കൈ പിടിക്കുന്നു, ഞാനിങ്ങനെ ദൈവമേ അല്ലേ അന്ന് ഓർമ്മയുണ്ടോ നമ്മൾ ചായ കുടിക്കാൻ ഞാൻ അംഗീകരിക്കുന്നു അതിന്റെ തെറ്റാണ്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഗോമതി ഇരിക്കുകയാണ് ചോദിക്കുന്നത്. ഗോമതി വൈഫാണ്. അപ്പം ഒരാൾ കൈ പിടിക്കുമ്പോൾ നാണം തോന്നുന്നു, ചമ്മല തോന്നുന്നു പറയുന്നത്. മേ ബി നാളെ ഒരു ലവർ ഉണ്ടാവാം, നാളെ ഒരു എന്നോടൊന്നും തോന്നല്ലേ ഒരു പെണ്ണിനോട് അല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾക്കൊരു ലവോ അല്ലെങ്കിൽ ഒരു അഫെക്ഷനോ ഒരാളോട് തോന്നിയാൽ നിങ്ങൾക്ക് എങ്ങനെ പ്രകടിപ്പിക്കാൻ പറ്റും? അത് ഞങ്ങളുടെ കല്യാണം കഴിക്കുന്ന മുമ്പ് അങ്ങനെയായിരുന്നു കേട്ടോ. ഭയങ്കര അഫെക്ഷനും ഭയങ്കര റൊമാൻറ്റിക്കും ഭയങ്കര ഇന്റിമസി ഒക്കെ ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഇത് മാഞ്ഞു പോയി. അതന്നെ എനിക്ക് തോന്നുന്നറിയോ, അത് ചിലപ്പോ ഒരു പക്ഷെ അത് ബോഡിയുടെ ഭാഗമായിരിക്കും. എന്ന് വെച്ചാൽ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ അല്ലേ, ഒരു പക്ഷേ ഞാൻ ഇപ്പൊ എനിക്കൊരു ലവർ ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ കൈ പിടിച്ചേനെ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇത് നമ്മളുടെ എവല്യൂഷന്റെ ഭാഗവും കൂടിയായിട്ടുള്ള ഒരു ആൻസറാണ്. കാര്യം ഞാനൊരു പുണ്യവാളനാണെന്നൊന്നും പറയുന്നില്ല. അല്ല, ഇതിനെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. പുണ്യവാളന്റെ കഥയൊന്നുമല്ല. ഈ കൈ പിടിച്ചില്ലെങ്കിൽ ഈ കൈ ഇവിടെ ഉണ്ടാവും, മറ്റേ കൈ പിടിച്ചില്ലേ മറ്റേ കൈ. ഇത് അങ്ങനെയല്ല ഞാൻ പറയുന്നത്.
ആണുങ്ങൾക്ക് ഒരു പെണ്ണ് പാർട്ട്ണറെ കിട്ടാനാണ് ബുദ്ധിമുട്ട്. പെണ്ണുങ്ങൾക്ക് ഗോമതിക്ക് ഒരു ഇപ്പം മൈത്രേയൻ ഞങ്ങളുടെ വീട്ടിൽ വന്നായിരുന്നു. മൈത്രേയന് ഞങ്ങളൊക്കെ ആയിട്ട് ഒരു രാവിലെ 3 മണി വരെ സംസാരിച്ചിരുന്നു. ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അവസാനം മൈത്രേയനോട് നിനക്ക് ഈ മാങ്ങാമണിയെ മാത്രമേ കിട്ടുള്ളൂ, നിനക്ക് വേറെ ഓരോരോ ആൾക്കാരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടല്ലോ. ഇപ്പൊ എനിക്ക് ഞാൻ പറയുന്നത് എന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഞാൻ ഒരാളെ കല്യാണം അവരുടെ കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ളത് എന്റെ ഒരു മൈൻഡ് സെറ്റാ. ഏകദേശം പുള്ളിക്കാരന് ഇപ്പൊ 25 കൊല്ലം ഉണ്ട്. എന്റെ ഒരു പ്രവൃത്തിയെ കണ്ട് പുള്ളിക്കാരന് മനസ്സിലായി ഇവള് ഇങ്ങനെയാണ്. അപ്പൊ അത് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാന്റഡ് ആണ്. അപ്പൊ ഇത് ഇനി പോകില്ല, ഇവിടെ തന്നെ മറ്റേതങ്ങനെയല്ല, നമ്മൾ കൈ പിടിച്ചില്ലെങ്കിൽ അതെ അത് ഇല്ല. ഈ ഫിക്സ്ഡ് എന്നുള്ളത് ഞാൻ അംഗീകരിക്കില്ല. കാര്യം എന്താ അറിയോ, കാര്യം പെണ്ണുങ്ങള് ആളുകൾക്ക് ഒരു ചാൻസ് കൊടുക്കണം, പിന്നെയും ചാൻസ് കൊടുക്കും. പക്ഷെ വൺസ് ദേ ടേക്ക് എ ഡിസിഷൻ ദേ വിൽ നെവർ കം. അത് നമ്മളിതിങ്ങനെ ബ്രേക്ക് ചെയ്ത് നോക്കും. ആണുങ്ങൾ ഗോമതി എന്നോട് പറഞ്ഞു ഇനി വേറെ കെട്ടാൻ, ഇനി ഒരാളെ ട്രെയിൻ ചെയ്ത് എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതിനുള്ള പ്രായവുമില്ല. പക്ഷെ ഗോമതി ഈ പറഞ്ഞ പോലെ പല ഗോമതിയുടെ അല്ലെങ്കിൽ ഞാൻ അനലൈസ് ചെയ്ത് എനിക്ക് അറിയില്ല കേട്ടോ എത്രത്തോളം. പല പുരുഷന്മാർക്കും ലവ് ലാംഗ്വേജ് അറിയില്ല. അവരുടെ വിചാരം അവര് വാങ്ങിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ ഗോമതി പറഞ്ഞ പോലെ ടച്ച് അത് നമുക്ക് ഭയങ്കര ഇതാണ്. നമ്മൾ വീട്ടിൽ വരുമ്പോ പണിയെടുക്കുന്നത് ഓക്കെ, അത് നമ്മളോടൊരു കെയർ ആണ്. അത് കെയർ ആണ്, മറ്റേത് ലവ് ആണ്. മനസ്സിലായോ? അതായത് ഇത് അങ്ങനെയുള്ള പെണ്ണുങ്ങളുണ്ട്. അപ്പൊ ഫോർ എക്സാമ്പിൾ ചില പെണ്ണുങ്ങൾക്ക് മേത്തുപിടിച്ചു കഴിഞ്ഞാൽ പോടാന്ന് പറയും. അങ്ങനത്തെ ആൾക്കാർ. പിന്നെന്താ ഇതിന്റെ തമാശ, എന്റെ ലവ് ലാംഗ്വേജ് എന്താന്ന് പറയും? അപ്രീസിയേഷൻ. ഇത് ചെയ്യാറില്ല. ചെയ്യാനൊരു ചമ്മലും മടി. സമാധാനം സൂപ്പർ ആയിട്ടോ, അടിപൊളിയായിട്ടോ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കാൻ പറ്റും. അതെ, ചില ഞങ്ങൾക്ക് അങ്ങനെ അതെ സോറി പറയാൻ മടിയാണ്. അപ്പൊ ഞാൻ കൈപിടിക്കാൻ മടി കാണിക്കുന്നത് പ്രശ്നമാണ്. ഇവള് അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, ചെയ്യാതിരിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഇങ്ങോട്ടും അറിയാം. അല്ല, ചില ബന്ധങ്ങളില് ഈ കഴിഞ്ഞിട്ട് ഞാൻ എവിടെയോ ഒരു ഇങ്ങനെ ഈ റീൽസിലെ പിള്ളേരൊക്കെ പറയും, ഒരു പെണ്ണിങ്ങനെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ടേ ചെറുക്കനോട് പറയും ഇവിടെ എനിക്കങ്ങനെ റൊമാൻറ്റിക് ആവാൻ അറിയില്ലെന്ന്. അപ്പൊ നിന്നെ കാണിക്കാനാണോ ഞാൻ ഇതെല്ലാം ഇട്ടുള്ളത്, അപ്പൊ നീ ആദ്യം കാണുമ്പോ തന്നെ സൂപ്പർ എന്ന് പറയണം. മനസ്സിലായോ? അത് നമുക്ക് കിട്ടുന്ന ഒരു അപ്രിസിയേഷൻ ആണ്. നമ്മൾ പൊതുവെ സോറിയും പറയാൻ ഭയങ്കര, കാരണം സോറിയും നമ്മൾ സ്ത്രീകൾ പറയും, അത് സോറി എന്നുള്ളതല്ല, അത് അവരുടെ പ്രവൃത്തിയിലായിരിക്കും. അവർ ഭയങ്കര ഇതായിരിക്കും. പറയാൻ എനിക്ക് മടിയൊന്നുമില്ല, പക്ഷെ ഈ പുകഴ്ത്തി പറയുന്നത് കുറച്ച്. പക്ഷെ ഇല്ല, ഒന്ന് ഇൻബോക്സ് ഒക്കെ ചെക്ക് ചെയ്ത് എത്ര പുകഴ്ത്തലുകൾ ഉണ്ടാവും അറിയാം. അല്ല, ഇതില് വേറെ പിന്നെ ഈ ലവ് ലാംഗ്വേജ് അല്ലാതെ ഞാൻ വേറൊരു ബുക്ക് വായിച്ചു, അറ്റാച്ച്ഡ് എന്ന് പറഞ്ഞൊരു ബുക്ക് വായിച്ചു. അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ്. എനിക്ക് അറിയില്ലായിരുന്ന ഒരു സംഭവം. ആ ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര എന്തോ പെട്ടെന്ന് സൂര്യൻ ഉദിച്ച പോലെ ഒരു ഫീലിംഗ്. കാര്യം ഇതാണല്ലോ എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യം. അവർ പറയുന്നത് ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഉണ്ട്. നമ്മളുടെ പാർട്ട്ണർ നമ്മൾ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു അധികം, നമ്മൾ വാട്സാപ്പ് അയച്ചിട്ട് ബ്ലൂ ടിക്ക് കണ്ടില്ലെങ്കിൽ, കണ്ടിട്ട് പിന്നെ ഒന്നും മറുപടി പറഞ്ഞില്ലെങ്കിൽ ഇല്ലേ, ഇറ്റ്സ് കോൾഡ് ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ. അതായത് ഇതിന്റെ ഭാഗം ഈ ചൈൽഡ്ഹുഡ് ട്രോമ, ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ഒക്കെ ഇതിന്റെ ഭാഗമാണ്. ഇപ്പോൾ പുള്ളിക്കാരത്തി ഒരു ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഉള്ള ആളാണ് എൻ്റെ ഇത്. അതായത് പുള്ളിക്കാരത്തി എപ്പോഴും ടെക്സ്റ്റ് ചെയ്ത് നോക്കുന്നത് എവിടെയാണ് ഫുഡ് കഴിച്ചത്. ഞാൻ ഒരു അവൈഡൻ്റ് ആണ്. അവൈഡൻ്റ് എന്ന് പറയുന്നത് എനിക്ക് സ്പേസ് വേണം. ഈ പ്രശ്നം എന്താ, ഈ സ്പേസ് വേണം എന്ന് പറഞ്ഞ് ഇപ്പോൾ ഞാൻ പറയും ഗോമതിനോട് സ്പേസ് വേണം, ഗോമതി നീ സ്പേസ് എടുത്തോന്ന് പറഞ്ഞാൽ എനിക്ക് പണി കിട്ടും. ഈ അവൈഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു നേരം മാറി നിൽക്കണമെന്നേ ഉള്ളൂ. ചില ആൾക്കാരല്ലേ നീ എന്താ ചെയ്യുന്നത് ആണുങ്ങളോട് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് മനസ്സിലാവില്ല. കാര്യം ആണുങ്ങൾ വെറുതെ ഇരിക്കും, ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുക എന്ന് പറയുന്നത് അവരുടെ നോർമൽ സാധനമാണ്. എന്താ ചെയ്യുന്നത്, നീ ഒന്നും ചെയ്യുന്നില്ല. അല്ല, ഇത് പെണ്ണുങ്ങളോട് പറഞ്ഞാൽ പറയും ഇല്ലില്ല നീ എന്താ ശരിക്കും എന്താ കാര്യം. പെണ്ണുങ്ങളുടെ തലയിൽ ഇങ്ങനെ ഈ സാധനമില്ലേ. അപ്പൊ പെണ്ണുങ്ങൾ തമാശ എന്താ അറിയാം, ഇവനിരുന്നിട്ട് ഇത്തവണ ബാർസലോണയാണ് ജയിച്ചത്, മറ്റാണ് ജയിച്ചത്, അല്ലെങ്കിൽ ഇതൊക്കെ ആയിരിക്കും ഇങ്ങനെ ആലോചിക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ മറ്റേ ഇവർ വിചാരിക്കുന്നത് ഞാനെന്തോ മിസ്റ്റേക്ക് ചെയ്തു ഈ പറഞ്ഞല്ലേ. എന്നിട്ട് ഇവരെന്ത് ചെയ്യും, ഒരു കുറേയും കൂടി ലവ് കാണിക്കും, കുറേയും കൂടി അവൈഡന്റ് ആയിട്ടുള്ള ആൾ വിചാരിക്കും ഞാൻ ഇത്തിരി കൂടി മാറിക്കഴിഞ്ഞാൽ ഇവള് കുറേ കൂടി ലവ് ആണ്, അവൻ കുറച്ചും കൂടി മാറും. അവസാനം അടിയാവും. ഈ സൈക്കിള് ദിസ് ഇസ് ലൈക്ക് ഒരു ടോക്സിക് സൈക്കിൾ ആയിട്ട് മാറി. ആങ്ഷ്യസ് അറ്റാച്ച്ഡ് അല്ല, അത് ഒരു തെറ്റിദ്ധാരണയാണ്. ആക്ച്വലി എനിക്ക് ഇങ്ങനെ വിളിച്ച് കണ്ടില്ല കേട്ടില്ല വിളിച്ചില്ല എടുത്തില്ല എന്ന് വെച്ചാൽ എനിക്ക് ആങ്ഷ്യസ് ആവാറില്ല. എനിക്ക് ഞാൻ ചോദിക്കുന്നത് ഭക്ഷണം കഴിച്ചോന്ന് ചോദിക്കുന്നത് എൻ്റെ ഒരു കെയർ ആണത്. അതിലപ്പുറം ഒന്നുമില്ല.
ഇല്ല. അല്ല അതെന്താണെന്നറിയോ, എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം എനിക്കൊരു മെസ്സേജ്, ഞാനിപ്പം എനിക്കൊരാൾക്ക് വിളിച്ചിട്ട് ഇപ്പം എല്ലാ ദിവസവും വൈകുന്നേരം എൻ്റെ അമ്മേനെ വിളിച്ചിട്ട് ഞാൻ കിടക്കത്തുള്ളൂ. അതൊരു 10:30-11 മണി. ആ സമയത്ത് വിളിച്ചില്ലെങ്കിൽ അമ്മ ഇങ്ങോട്ട് വിളിക്കും. ഇനി അഥവാ ഞാൻ മറന്നു പോയെങ്കിൽ ഞാൻ 12 ആകുമ്പോൾ ഞാൻ ഒന്നുകൂടെ ചിന്തിക്കുമോ, വിളിക്കണോ, ഉറങ്ങി കാണുമോ, എനിക്കൊരു ടെൻഷനാണ് അവരെ വിളിച്ചേൽപ്പിക്കണം. പിറ്റേ ദിവസം രാവിലെ അമ്മ വിളിച്ചിട്ട് നിനക്ക് ഇത്ര പോലും തിരക്കാണോ, അങ്ങനെ അങ്ങ് ചൂടാവും. അത് ഞാൻ വിളിക്കാത്തത് കൊണ്ടുള്ള ദേഷ്യമാണ്. അതെനിക്ക് മനസ്സിലായി. നമ്മൾ അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ടെക്സ്റ്റ് മെസ്സേജ് നമ്മളെ കണ്ടിട്ട് ബ്ലൂ ടിക്കറ്റ് കണ്ടിട്ട് തിരിച്ച് മെസ്സേജ് അയക്കത്തില്ല. പറയുന്ന ഡയലോഗ് എനിക്ക് മെസ്സേജ് അയക്കാൻ അറിയത്തില്ലെന്ന്. എന്താണ് രാവിലെ നമ്മളാണെങ്കിൽ എണീക്കുമ്പോഴേ, ഇപ്പൊ നമ്മളെ വാട്സപ്പാണ് എല്ലാവരുടെയും, എണീക്കുമ്പോൾ ആദ്യം എടുത്തിട്ട് അവരെപ്പോ ഉറങ്ങിന്നായിരിക്കും ചിലപ്പോ നോക്കുന്നത്, ചിലപ്പോ എപ്പോ എണീറ്റു ഹായ് അയക്കത്തില്ല. അപ്പൊ പിന്നെ നമുക്ക് ഈ പറഞ്ഞ ലവ് ലാംഗ്വേജ് അവിടെ പറ്റൂല. ചില ആളുകളുടെ ഇടയിലാണ് നമ്മൾ ഈ പറഞ്ഞ ചില ആളുകളുടെ ഇടയിൽ നമുക്ക് ആ ലവ് ലാംഗ്വേജ് പറ്റില്ല. പിന്നെ നമ്മൾ അങ്ങോട്ട് അവോയ്ഡ് ആവും, എന്ത് വേണേലും കാണിക്കട്ടെ, വിളിച്ചിട്ട്. പക്ഷെ നമ്മള് ഏത് സമയം ഇവരോട് ചോദിക്കുന്ന നീ എവിടെ, എന്താ അപ്പുറത്തെ ആളുണ്ടെന്ന് അറിഞ്ഞാൽ മതി, നമുക്കൊരു ടെൻഷൻ. ഇപ്പൊ പറഞ്ഞല്ലോ ഇവരെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഒരു ആദിയില്ലേ, അത്രേ ഉള്ള മെസ്സേജ് കണ്ടു. എനിക്ക് അതന്നെ അതെന്ന് ഇത് ഇപ്പൊ നമ്മള് പ്രേമിക്കുന്ന ഒരു സമയമാണെങ്കിൽ ചിലപ്പോ ആ ആങ്ഷ്യസ് ഇത് വർക്കൗട്ട് ആവും. ഞാൻ പറയും ഇപ്പൊ ആള് വിളിച്ചിട്ട് എടുക്കണില്ല, മെസ്സേജ് കണ്ടു, റെസ്പോൺസ് ഇല്ല എന്ന് വരുമ്പോ ആ സമയത്ത് എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായി. ഇപ്പൊ ഈ കുറേയും കൂടെ പ്രായമായി, ഇപ്പൊ 25 കൊല്ലായി ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട്, ഒരു മെച്ചൂരിറ്റി വന്നില്ലേ. അപ്പൊ ഇനി ഇപ്പൊ ബ്ലൂ ടിക്ക് കണ്ടു, വിളിച്ചില്ല, പിന്നെ മെസ്സേജ് ചെയ്തില്ല, എനിക്ക് അങ്ങനെ ഒരു പരാതിയില്ല. അത് എന്റെ പിള്ളേരാണെങ്കിൽ എനിക്ക് അങ്ങനെ എനിക്കൊരു പേടിയുണ്ടാവും. അവർ കുറേയും കൂടെ ദൂരെ മാറി നിൽക്കുന്ന കുട്ടികളാണ്. അപ്പൊ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലെങ്കിൽ എനിക്കൊരു ടെൻഷൻ ഉണ്ട്. അത് ഞാൻ ആങ്ഷ്യസ് ആവും. അത് ഞാൻ സമ്മതിക്കുന്നു കേട്ടോ. രണ്ടുപേര് കല്യാണം കഴിച്ചിട്ട് ആ 2 പേര് തമ്മിലുള്ള ബന്ധം ദീർഘകാലം നിലനിന്ന് പോകുന്നത് സ്വാഭാവികമായ കാര്യമല്ല. സ്വാഭാവികമായ കാര്യം എന്ന് പറയുന്നത് 2 പേരും പിരിയുക എന്നുള്ളതാണ്. ശരിക്കും എൻ്റെ ഒരു കോൺസെപ്റ്റിൽ മാരേജിനൊക്കെ ഒരു എക്സ്പയറി ഡേറ്റ് വേണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്തോ, പക്ഷേ 10 കൊല്ലം കഴിഞ്ഞാൽ ശരി മോനെ ടാറ്റ ബൈ. കുറേ പേര് ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ടോ, പക്ഷേ അങ്ങനെ അല്ലാത്തവരുണ്ടാവും. കാര്യം എന്താണെന്നറിയോ, ഈ മാരേജ് മിക്കവാറും പുതിയ കാർ വാങ്ങിക്കുന്ന പോലെയാണ്. ആദ്യത്തെ ഒരു 5000 കിലോമീറ്റർ വലിയ കുഴപ്പമൊന്നുമില്ലാതെ സാധനം കൊടുക്കും. അത് നമ്മുടെ മെയിൻ്റനൻസ് ചെയ്യാൻ അറിയില്ല ആളുകൾ. നമ്മുടെ പൊതുവെയുള്ള ഞാൻ ഇവരുടെ ഓഫീസിൽ ഫ്ലവറൊക്കെ അയച്ചു കൊടുക്കും സർപ്രൈസ് ആയിട്ട്. ഇത് എൻ്റെ വേറൊരു ഇതെന്ന് പറയുന്നത് വാലന്റൈൻസ് ഡേക്ക് ഫ്ലവറിന് ഭയങ്കര പൈസ കൊടുത്തിട്ടാണ്. മറ്റേതാകുമ്പോഴത്തേനും പൈസ കുറഞ്ഞ് കിട്ടി. പക്ഷേ റാൻഡമായിട്ട് ഞാൻ അയക്കും. പക്ഷെ അത് എന്റെ ലവ് ലാംഗ്വേജ് അല്ല. പുള്ളിക്കാരത്തേക്ക് അതൊന്നും ഒരു മൈൻഡില്ല. ഞാനൊക്കെ അറിയുന്നോ, ഞാൻ ഭയങ്കര കാമുകനാണ്, അങ്ങനെ തേങ്ങുന്നത്. ആ പൈസ പോയിന്നല്ലാതെ ഇപ്പൊ പിടിച്ച് ഇരിക്കുവാണെങ്കിൽ അത് എനിക്ക് ഫീൽ ചെയ്യും, ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. നമ്മളിപ്പോ വർത്താനം പറഞ്ഞ ഇങ്ങനെ പെട്ടെന്ന് പറ ഒരു ലൈക്ക് ഒരു സോഫ്റ്റ് ഫീലിംഗ് ആണ്. അതൊരു 1000 പൂവിനൊക്കെ വിലയുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചെയ്യാതിരിക്കുന്നൊന്നുമില്ല. എല്ലായിടത്തും ട്യൂഷൻ വിടുന്നുണ്ടോ? ഇല്ല, ഇവിടെ അല്ല, അതിന് വേറെ കപ്പിൾ തെറപ്പിസ്റ്റിന് ഒരു ട്യൂഷൻ ഉണ്ടല്ലോ, അതിന് കൊണ്ടുപോയാൽ മതി. ഞാനില്ലെന്ന് ട്യൂഷൻ എടുക്കണം. ഈ പറഞ്ഞ പോലെ കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടി ട്യൂഷൻ എടുക്കുവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പോകുന്നതായിരിക്കും. ഈ കാണാൻ കൊള്ളുന്നത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ്. ഞാൻ കാണാൻ കൊള്ളാവുന്നെന്ന് പറയുന്നത് എന്താണെന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. കാണാൻ കൊള്ളുന്നത് എന്നുള്ളത് ഒരു, ഞാൻ ഇപ്പൊ പറയുവാണെങ്കിൽ ഇപ്പൊ പറഞ്ഞല്ലോ കാണാൻ കൊള്ളുന്നു, ഈ സമൂഹത്തിൽ ഒരു കാണാൻ കൊള്ളുന്ന ഒരു ഇതുണ്ട്. ആ സമൂഹത്തിന്റെ അല്ലല്ല, അതാണ് അത് പറയണം വ്യക്തമായിട്ട്. അപ്പൊ കാണാൻ കൊള്ളുന്നല്ല എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടത് അതാണ്, അല്ലല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ട്, അല്ലാണ്ട് കാണാൻ കൊള്ളുന്നെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ മറ്റേ ക്രീമിന്റെ പരസ്യത്തിൽ വരുന്ന പെണ്ണുങ്ങളെ പോലെ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. എന്റെ മനസ്സിനിണങ്ങിയ പെണ്ണ്, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടം തോന്നുന്നത്. അയ്യോ, എനിക്ക് പ്രശ്നത്തെ ഇഷ്ടം തോന്നിക്കാൻ അത് ശരിയാവില്ല. അതിന് ട്യൂഷൻ എടുക്കാൻ പോയാ പിന്നെ ആ വഴിക്ക് ഇത് മതി. അതിനെ അങ്ങനെ പോവാണെങ്കിൽ അങ്ങനെ പോയിക്കോളണം. ഇങ്ങോട്ട് പറഞ്ഞത് ഞാനേ ഇവിടെ ഇത് പറയല്ലേ, ഞാൻ കട്ട് ചെയ്യും, കത്തിയൊക്കെ മാറ്റി വെച്ചു. ഞാൻ പറയാ ചെയ്യുന്നത്, എനിക്കൊരു അഫയർ ഉണ്ട്. അപ്പം പക്ഷെ ഇങ്ങനെയൊന്നും അറിയില്ല. അപ്പൊ ഞാൻ പറയുന്നത്, നീ ഏതെങ്കിലും ഒരുത്തിനെ ഒന്ന് പ്രേമിക്ക്, അവിടെയെങ്കിലും എനിക്കൊന്ന് കാണാമല്ലോ, നീ എവിടെയെങ്കിലും ഒന്ന് പ്രേമം ഉണ്ടെന്ന് എനിക്കൊന്ന് കാണാമല്ലോ. കാരണം ഇവിടെ പ്രേമിക്കാൻ അറിയില്ലെന്നാ പറയുന്നത്. അത് നമ്മളോട് മാത്രമാണോ അത് മറ്റുള്ളവരോടാണോ എന്ന് അറിയാൻ വേണ്ടിട്ടാ. എന്ന് നോക്ക്, അന്നല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവുമല്ലോ അവിടെ ചെയ്യുന്നത് ഇവിടെ ചെയ്യുന്നത് ശരിയാണെന്ന്. അല്ല, അങ്ങനെയുള്ള ആളുകളുണ്ട് കേട്ടോ. ഇപ്പൊ സെക്ഷൽ എന്ന് പറയുന്ന പോലെ
സെക്സ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകളുണ്ടല്ലോ ഈ സെക്ഷൽ ദേടോണ്ടോ നമുക്ക് പറയും സെക്സ് എന്ന് പറയുന്നത് ഇവർക്കത് മനസ്സിലാവത്തില്ല എന്താന്ന് കാര്യം ആ ഡിപ്പാർട്ട്മെന്റ് ഇല്ല എന്ന് പറയുന്ന പോലെ പ്രേമിക്കാൻ അറിയാൻ പാടില്ല ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് ആൻഡ് അവർ പ്രേമിക്കത്തില്ല കാര്യം അവർക്ക് മനസ്സിലാവത്തില്ല ഇവരെന്ത് സംസാരം ഇപ്പൊ നമ്മൾ പറയില്ലേ പച്ച എന്ന് പറഞ്ഞാൽ നമുക്ക് പച്ച എന്താണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ കളർ ബ്ലൈൻഡ് ആയിട്ടുള്ള പച്ച അറിയാൻ പാടാത്ത ഒരാൾ പോയി പച്ച എന്ന് പറഞ്ഞു പിന്നെ ഞാൻ വിചാരിക്കുന്നത് അറിയോ ഇവരൊക്കെ വളർന്നു വന്ന രീതിയിൽ ഇന്റിമസി റൊമാൻസ് വെച്ചാൽ എന്താണെന്ന് പുള്ളിക്ക് ഇതുവരെ പിടിച്ചിട്ടില്ല വെച്ചാല് ബെഡാണ് ഇന്റിമസി ബെഡിലാണ് റൊമാൻസ് നടക്കുന്നത് അല്ല റൊമാൻസ് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ ഡേ ഇറ്റ്സെൽഫ് ഫുൾ ഡേ ആണ് റൊമാൻസും ഒരു ഇത് തമാശ ഇതൊക്കെ എഴുതിയാളാ ഞാൻ പക്ഷെ ഞാൻ അതുകൊണ്ടാണ് ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത് എഴുത്ത് മാത്രം ഇഷ്ടപ്പെടുക എഴുത്താനൊരു നാറിയാന്നാ ഞാൻ എഴുതിയിരിക്കുന്നത് അത് മുൻകൂർ ജാമ്യനായി മറ്റേ ഡിസ്ക്ലൈമർ ഉണ്ടാവുമല്ലോ അതുപോലെ അല്ല എനിക്ക് എന്നെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് അല്ല ഇപ്പോഴേ ഗോമതിക്ക് പക്ഷേ വേറൊരു ഭാഗ്യമുണ്ട് അതായത് ഭാഗ്യം എന്നല്ല ഇപ്പം നൃത്തം അവിടെ ചെന്നിട്ടാണ് അല്ലെങ്കിൽ ഭരതനാട്യമല്ലേ പഠിച്ചത് അവിടെ പഠിച്ച് അരങ്ങേറ്റം നടത്തിയതിന്റെ ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ടാകും അവൻ ഞാൻ ആലോചിച്ചു വാവ് സൂപ്പർ കാരണം നമുക്കൊരു പാഷൻ ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ അത് നമുക്ക് ആക്ച്വലി കണ്ടുപിടിക്കാൻ പറ്റിയില്ലായിരുന്നു അത് ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ എനിക്കിങ്ങനെ പാട്ട് കേൾക്കുമ്പോൾ ഒരു ഡാൻസ് ആടാനുള്ള ഒരു ഇത് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്ക് എവിടെയെങ്കിലും പോയി ഡാൻസ് ശരിക്കുമുള്ള ഡാൻസ് പഠിച്ചിട്ട് ചെയ്യുന്നതും അതിന് അല്ലാണ്ട് വെറുതെ ഇങ്ങനെ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ അപ്പൊ അങ്ങനെ ചേർന്ന് ഞാൻ ജോയിൻ ചെയ്തതാണ് പഠിക്കാൻ തുടങ്ങിയത് അത് അരങ്ങേറ്റം കഴിഞ്ഞു അപ്പൊ അത് കൂടെ എൻ്റെ കൂടെ ഒപ്പം പഠിച്ച കുറെ കുട്ടികളും അവരും അരങ്ങേറാൻ തീരുമാനിച്ചു 6 കൊല്ലം പഠിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചു ഓക്കെ ഇതിനെ ഒരു എൻഡ് വേണമല്ലോ നമുക്ക് അതിനൊരു രീതിയിൽ നമുക്ക് ഫിനിഷ് ചെയ്തിട്ടില്ല ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളൊക്കെ കൂടി ഒരു 2 hours കണ്ടിന്യൂസ് ഒരു പ്രോഗ്രാം പോലെ ചെയ്തു മാർഗം എന്ന് പറയും ആ സെറ്റ് ഓഫ് ഇതൊക്കെ ചെയ്തു കുറെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു നല്ല ഇതായിരുന്നു അതൊരു ജേർണിയാണ് അതൊരു ആക്ച്വലി ശരിക്കും ഇപ്പൊ ഈ 2 പേര് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാം ശരിക്കും ഒരു പ്രണയം അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് നമുക്കുള്ളൊരു ഇഷ്ടം പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ ചെയ്യുന്നതെന്ന് പറയുന്നത് അവർക്ക് സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് നസീറായിട്ടിരിക്കാനും ഗോമതി ആയിട്ടിരിക്കാനും ശരണ്യായിട്ടിരിക്കാനും അനുവദിക്കുന്ന തരത്തിലുള്ള ബന്ധങ്ങളാണ് ഇറ്റ്സ് റിയൽ ലവ് എന്നെ സംബന്ധിച്ചാണ് കേട്ടോ ഞാൻ പറയുന്നത് കാരണം എന്റെ വീട്ടുകാർക്ക് ഇഷ്ടമില്ല എനിക്കിത് ഇഷ്ടമില്ല അതുകൊണ്ട് നീ ധരിക്കരുത് എന്ന് പറയുന്നത് ലോജിക്കില്ല മനസ്സിലായോ എനിക്ക് രാവിലെ എണീറ്റ് പല്ല് തേക്കാതെ ഭക്ഷണം കഴിക്കാനാ ഇഷ്ടമെങ്കിൽ ഞാൻ അത് എനിക്ക് ആ ദിവസം അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ഇരിക്കാൻ പറയാ അല്ലാണ്ട് നീ പല്ല് തേച്ച് നീ കുളിച്ച് വന്നിട്ടേ ഭക്ഷണം കഴിക്കാവുള്ളൂ എന്ന് പറയുന്നത് അത് നിങ്ങളുടേത് എന്നെ അടിച്ചേൽപ്പിക്കുന്നു ഞാൻ ഒരു കാര്യം മാത്രമേ പറയുള്ളൂ ബേസിക് ഹൈജീൻ ഇസ് എ മസ്റ്റ് അത് മാത്രമേ ഞാൻ പറയുള്ളൂ കുട്ടി എന്തോ കുത്തി പറയുന്നത് ഞാൻ പറയണത് അത് എന്ത് വേണമെങ്കിലും അത് എന്നോടൊന്നും എനിക്ക് മനസ്സിലായി ബേസിക് പൊതുവേ പറയുകയാണ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും രീതിയിൽ നിങ്ങൾ ഹാബിറ്റ് ആവാം ഒന്നും കുഴപ്പമില്ല നിന്നെ ദൈവമായിട്ട് എന്റെ മുന്നിൽ കൊണ്ടുവന്ന് എനിക്ക് കുറച്ച് പറയാനുണ്ട് ഇല്ല അങ്ങനെയല്ല ഹാബിറ്റ് ഡിഫറെന്റ് ആവാം അല്ലെ അത് ഒരു കുഴപ്പമില്ല ബട്ട് ഞാൻ പറയണത് അല്ല അത് നമുക്ക് എങ്ങനെയും തിരുത്താം ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ബേസിക് ഹൈജീൻ വേണം എന്നുള്ളത് നമുക്ക് അവരെ സ്നേഹം കൊണ്ടും തിരുത്താം അല്ലാണ്ട് ഞാൻ പറഞ്ഞത് ഒരു വ്യക്തി ആവാനിരിക്കാം അതാണ് ഭയങ്കര രസമാണ് അവിടെ എന്ന് വെച്ചാൽ പക്ഷേ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് യു ബി യുവർ സെൽഫ് എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇറ്റ്സ് നോട്ട് ഈസി കാര്യം നമ്മൾ പൊതുവെ പറയില്ല ആൾക്കാർക്കൊരു പബ്ലിക് ലൈഫുണ്ട് പേഴ്സണൽ ലൈഫുണ്ട് പ്രൈവറ്റ് ലൈഫുണ്ട് അപ്പോൾ ഇത് എല്ലാവരും എന്താ പറയുക ഷെയ്ഡ്സ് ഓഫ് ഗ്രേ ആണ് ആരും പൂർണ്ണമായിട്ടും വെളുത്തതോ കറുത്തതോ ആയിട്ടുള്ള ആൾക്കാരല്ല എന്ന് വെച്ചാൽ ഇറ്റ്സ് ബിറ്റ്വീൻ ഇതല്ല എല്ലാവരും അവരുടേതായിട്ടുള്ള ഉള്ളിലായിട്ടുള്ള ചില അവരവരായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നിങ്ങൾ പങ്കാളികളുടെ കൂടെ ഇരുന്നിട്ട് അവരവരായിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഭയങ്കര ഈസി അല്ല ഞാൻ ആ പോയിന്റ് മനസ്സിലായി ഇറ്റ്സ് നോട്ട് ഈസി കാര്യം ഇത് ഭയങ്കര അഡ്ജസ്റ്റ്മെന്റ് മാരീഡ് ലൈഫ് ഇസ് ലൈക്ക് ബിഗ് അഡ്ജസ്റ്റ്മെന്റ് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത് ഓപ്പൺ ആയിട്ട് സംസാരിക്കണം കമ്മ്യൂണിക്കേഷൻ ഇസ് ഓൾവേസ് കീപ് ഇറ്റ് ഓപ്പൺ ബിറ്റ്വീൻ കപ്പിൾസ് ദാറ്റ്സ് എ വെരി മസ്റ്റ് വൺ നമ്മൾ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ പറയാതിരുന്നിട്ടോ കാര്യമൊന്നുമില്ല പക്ഷെ അത് മാത്രമല്ല നമ്മൾ കല്യാണം കഴിച്ചിട്ട് കുറച്ചാൾ കഴിഞ്ഞായിരിക്കും നമ്മളുടെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് പുറത്തു വരുന്നത് നമ്മളെപ്പോഴും പ്രേമിക്കുമ്പോൾ ബെസ്റ്റ് ഇതാണ് കാണിക്കുന്നത് ഞാൻ ഭയങ്കര ഷാരൂഖ് ഖാനാണ് ഞാൻ അതിൽ നിന്ന് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നത് കല്യാണം കഴിഞ്ഞ് 2 പിള്ളേരൊക്കെ ആയി കഴിയുമ്പോഴായിരിക്കും ഇവന്റെ കംപ്ലീറ്റ് വൃത്തിയായിട്ട മുഖം പുറത്തേക്ക് വരുന്നത് അല്ല ഇവന്റെ അല്ല ഇവളുടെ നമ്മൾ ഇതുവരെ കാണാത്ത ഇതൊക്കെ വരുന്നത് അപ്പോൾ ആ സമയത്ത് കാര്യം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫീമെയിൽ ബോഡി നമ്മുടെ നാട്ടിൽ പൊതുവെ അറിയില്ലാത്തൊരു സാധനമാണ് സ്ത്രീകളുടെ ഓർഗാസത്തെ കുറിച്ചിട്ട്
പുരുഷൻ അറിയാമെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല കുറേ പേർക്ക് അറിയാം. എങ്ങനെയാണ് 2019 നസീർ എഴുതിയ ഒരു എഴുത്തുണ്ട്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് സംസാരിക്കുന്നത് ഈ ഓർഗാസത്തെ കുറിച്ചിട്ടാണ്. അതെ. അപ്പോൾ കാര്യം പല ആണുങ്ങൾക്കും സ്ത്രീകൾക്ക് മൾട്ടിപ്പിൾ ഓർഗാസം ഉണ്ടാവും അറിയാൻ പറഞ്ഞു. സ്ത്രീകൾക്ക് തന്നെ അറിയില്ല. ഞാനൊരു ടോക്ക് ഷോയിൽ പറഞ്ഞപ്പോൾ 2-3 സ്ത്രീകൾ തന്നെ പറഞ്ഞു ദേ ഹാവ് നോ ഐഡിയ എന്താണ് ഒരു ആക്ടിനടക്കം മൾട്ടിപ്പിൾ ഓർഗാസം വരുന്നതാണ് മൾട്ടിപ്പിൾ ഓർഗാസം. അവർ വിചാരിക്കുന്നത് അങ്ങനെയല്ല, പല ആക്ടിന് ഞാൻ അതല്ല സംഭവം. മൾട്ടിപ്പിൾ ഓർഗാസം വരുന്നത് സ്ത്രീകൾക്ക് ആണുങ്ങളെക്കാൾ കൂടുതൽ ലൈംഗിക ശേഷിയുള്ളതാണെന്നറിയില്ല. ക്ലിറ്റോറസിൽ പീനസിനേക്കാൾ കൂടുതൽ നെർവ് എൻഡിങ്സ് എന്നുള്ളത് അറിയില്ല. ഇതെന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ല. അതാണ് ആൾക്കാർ കല്യാണം കഴിക്കുന്നത്. കാര്യം സ്ത്രീകളിപ്പോൾ നമ്മൾ പറയുന്ന പോലെ ഒരു കര ചൂടാവുന്നതും കടൽ ചൂടാവുന്നതും പോലെ വ്യത്യാസം ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുണ്ട്. ഇതൊന്നും അറിയാതെ പാടില്ലാതെ ഓർഗാസം എന്താണെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം പറയാം. അഗെയിൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാർക്ക് ഒരു വൈബ്രേറ്റർ മേടിച്ച് മേടിച്ചു കൊടുക്കണമെന്നുള്ള അഭിപ്രായക്കാരാണ്. വൈബ്രേറ്റർ കണ്ടുപിടിച്ച കഥ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് എഴുതിയിട്ടുണ്ട്. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് പറഞ്ഞാൽ ആൾക്കാർ ഇച്ചിച്ച് പറയുന്നു എന്ന് പറയും. ഇവനാള് വൃത്തികേട് പറയുന്നു. ഇതൊരു വൃത്തികേടൊന്നുമല്ല. ഇതൊരു നോർമലായിട്ട് ആൾക്കാർ ഹസ്ബൻഡിനും വൈഫിനും അടക്ക് സംസാരിക്കേണ്ട, അല്ലെ മുതിർന്ന ആളുകൾ സംസാരിക്കേണ്ട സെക്സ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് ഇൻവോൾവ് ഒക്കെ ചെയ്യേണ്ട കാര്യം. ഇതിലൊന്നും ഒരു തെറ്റൊന്നുമില്ല. ഇത് ആളുകൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതറിയാതെ അവർ ജീവിതകാലം മുഴുവൻ ജീവിച്ചു പോവുകയും മരിച്ചു പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. വളരെ ലൈംഗികത പറയുന്ന സ്ത്രീകളെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു ഇതുണ്ട്. ഞാനതൊന്നും പറയാൻ പോലും കൊള്ളത്തില്ല. അതുകൊണ്ടാണ്. പക്ഷെ ഇപ്പൊ അതിനൊരു മാറ്റമുണ്ട്. സ്ത്രീകൾ കുറെ കൂടെ അവരുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതോട് കൂടിയിട്ടാണ്, അല്ലെങ്കിൽ ഇപ്പം കുറച്ചുകൂടെ അവർ കുറെ കൂടെ തങ്ങൾക്ക് വേണ്ടത് സെക്സിൽ മാത്രമല്ല, ലൈംഗികത മാത്രമല്ല, പാർട്ട്ണറെ കുറിച്ചുള്ള കൺസേണും കൂടെ പറയുന്നതുകൊണ്ടാണ് ഇപ്പൊ സ്ത്രീകൾ പൊതുവെ കല്യാണവും കഴിക്കാത്തതും ഈ പറയുന്ന പോലെ ഈ പറയുന്ന വസ്തുക്കളുടെ ഒരു ഇതും വരുന്നത് ഭയങ്കരമായിട്ടും അതുണ്ട്. അത് സ്ത്രീകൾക്ക് പറ്റണില്ല. കാരണം ആ ഒരു തലത്തിലേക്ക് ഒരു പുരുഷന്മാർ ഉയർന്നിട്ടില്ല. ശരിക്കും പുരുഷന്മാർ ഇപ്പോഴും അമ്മമാരുടെ ആ ഒരു കീഴിൽ നിന്ന് വന്നിട്ടില്ല. എൻ്റെ ഒരു അഭിപ്രായമാണ്. ഇതിൽ വേറൊന്നും എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ജനറേഷൻ, കാര്യം ഇപ്പൊ വരുന്ന കുട്ടികൾ നല്ല പിള്ളേർ നന്നായിട്ട് അടിച്ചു പൊളിച്ച് ജീവിതം ആസ്വദിക്കുന്നത്. എനിക്ക് തോന്നുന്നു പെൺകുട്ടികളെ കുറെ കൂടി മനസ്സിലാക്കുന്ന കുട്ടികളാണ് ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ തലമുറ മരിച്ചു പോകുന്നതോടുകൂടി കുറെ കൂടി ക്ലീൻ ആയിട്ടുള്ള നല്ലൊരു, അത് ഞാൻ പറഞ്ഞത് എന്റെ തലമുറ കൂടെ ചത്തോടിക്കാവോ ശരിയാവോളെന്ന് പറഞ്ഞ പോലെ. പിന്നെ ഇപ്പൊ പറഞ്ഞതിനകത്ത് ആദ്യമായിട്ട് ഈ പ്രദേശത്ത് കച്ചവടം നടത്തി, അന്ന് കടല കച്ചവടം നടത്തിയാണ് കുടുംബം പോറ്റുന്ന ആ ലാഭം കിട്ടിയത്. അന്ന് നിങ്ങൾ പട്ടിണി കിടന്നു എന്നറിയാൻ പള്ളിക്കാർ വന്നില്ല. പക്ഷെ ഗോമതിയെ മതം മാറ്റാൻ വേണ്ടി വന്നിരുന്നു. പിന്നീട് എപ്പോഴെങ്കിലും ഈ പറയുന്ന മതത്തിന്റെ സ്വാധീനം നിങ്ങളുടെ ഇടയിലേക്ക് വന്നിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ കല്യാണം കഴിച്ചൊരു ജീവിച്ച് തല്ലുപിടിക്കുന്നതിനിടക്ക് മതം പറയാൻ സമയം കിട്ടാറില്ല എന്നുള്ളൊരു വലിയ സംഭവമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് ഗോമതിക്ക് ദേഷ്യം വരുന്നത് സത്യം പറഞ്ഞാൽ പുള്ളിക്കാരത്തെ വിശ്വാസം എന്താണെന്നൊരു എനിക്കറിയില്ല. പുള്ളിക്കാരി ദേഷ്യം വരും. ബട്ട് ഇല്ലേ, ശരിക്കും നിന്റെ ഞാൻ എവിടെയും പോവാറില്ല. ഏറ്റവും കൂടുതൽ അമ്പലത്തിൽ പോകണം ഞാനാ. ഇവള് മിക്കവാറും കഫറ്റീരിയ പോകും, ഡാൻസ് കളിക്കും. ഞാനാണെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ വായിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു. അല്ല, ഞാനത് പറയാനുള്ളത് കാണാം. ഇപ്പം ഒരു 9-8 വർഷം മുന്നേ നമുക്കിവിടെ ഭയങ്കര മത സൗഹാർദ്ദം ഉണ്ടെന്നോ, ഇങ്ങനെയെങ്കിലും വല്ലപ്പോഴും ഒരു മുസ്ലിം ഹിന്ദു കല്യാണം കഴിച്ചാൽ എങ്ങനെ കല്യാണം കഴിച്ചാൽ നമുക്ക് പ്രശ്നമില്ല. പക്ഷെ ഇപ്പം എന്ന് പറയുമ്പോൾ അത് ഹൈജാക്ക് ചെയ്യപ്പെടുന്നുണ്ട്. അത് ഭയങ്കരമായിട്ടും നിങ്ങൾക്കറിയാലോ, അഖിലഹാദിയ വിഷയം അത് ഭയങ്കര പ്രശ്നമായതാണ്. അതിനുശേഷം മൊത്തം ഇങ്ങനെ ഒരുതരം ഭീതിയാണ്. ആളുകൾക്ക് പ്രണയിക്കാനും ഇഷ്ടങ്ങൾ പറയാനും. അതിനിടയ്ക്ക് വരുന്ന ചെറിയ ചെറിയ വാർത്തകൾ, ഇന്നയാളെ കെട്ടിന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ന്യൂസ് ആവാറുണ്ട്. കാരണം ഇതൊക്കെ ഒരു വേലിക്കെട്ടിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു പാടാണ്. അപ്പൊ നിങ്ങൾ അതിന് മുന്നേ കല്യാണം കഴിച്ചവരാ. നിങ്ങൾ ഈ പറഞ്ഞ പോലെ 25 വർഷം എന്ന് പറയുന്നത് ചുമ്മാ ഒരു വർഷമല്ല. ഞങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ വിചാരം 25 വർഷം കഴിയുമ്പോൾ എല്ലാവരും മിക്സ്ഡ് മാരേജ് ആയിരിക്കും. ഇപ്പം എന്ത് പറ്റിയെന്ന് വെച്ചാൽ അതിനിടയ്ക്ക് പൊതുവെ ഗോത്ര സമൂഹങ്ങളിൽ സ്ത്രീകളെ പ്രോപ്പർട്ടി ആയിട്ടാണ്. അതുകൊണ്ടാണ് മലയാളത്തിൽ നമ്മൾ ചരക്കെന്ന് ഉപയോഗിക്കുന്നത്. ആ ഒരു ചരക്ക് പണമെന്ന് പറയും. ചരക്ക് എന്ന് പറയുന്നത് പ്രോപ്പർട്ടി എന്നുള്ളതിൻ്റെ വാക്കാണ്, വൃത്തിയുടെ വാക്കാണത്. കാര്യം ഒരു പെണ്ണിനെ ഒരു കമ്മോഡിറ്റി ആയിട്ട് പറയുന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് സ്ത്രീകൾ പുറത്തു പോകുമ്പോൾ അവർക്ക് വേദനിക്കുന്നത്. പുരുഷൻ വേറെ സ്ത്രീയെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്ന ഇവർക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഇൻകമ്മിങ് ഓക്കെയാണ്, ഔട്ട് ഗോയിങ് ഓക്കെ അല്ലെന്ന് പറയുന്ന പോലെ. കാര്യം ആണുങ്ങളുടെ മനസ്സിൽ ഇവൾ കൺട്രോൾ ചെയ്യപ്പെടേണ്ട ഒരു വസ്തുവാണ്. നമ്മൾ പറയുന്ന പോലെ ഇവർ ജീവിക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ടാണ് അത് ഇപ്പോൾ ഭയങ്കരമായിട്ട് രൂക്ഷമായിട്ട് വന്നിരിക്കുക. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിശ്രവിവാഹം നടന്നു കഴിഞ്ഞാൽ
പെണ്ണുങ്ങളുടെ ഭാഗത്ത് നിന്ന് അയ്യോ ഞങ്ങൾക്കെന്തോ നഷ്ടം വന്നു, ഞങ്ങളുടെ പ്രോപ്പർട്ടീനെ അവർ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള ഒരു ലെവലിലാണ് വരുന്നത്. അതിന് തീർച്ചയായും കുറെ വർഗീയ ശക്തികൾ അതിന്റെ അല്ല ഏതായാലും നമ്മളൊക്കെ ഈ പറഞ്ഞ പോലെ കുറെ ആളുകളെങ്കിലും ഇങ്ങനെ തുറന്നെഴുതുന്നുണ്ട് സ്ത്രീകളെ പറ്റി, അവരുടെ ലൈംഗികതയെ പറ്റി, പിന്നീട് ഈ സമൂഹത്തിൽ എന്താണ് നമ്മൾ ആക്ച്വലി പ്രതീക്ഷിക്കുന്നത്, ഷോർട്ട് കട്ടുകളല്ല വിശകലനം ചെയ്ത് സംസാരിക്കണം എന്നൊക്കെ നമ്മൾ ഒരുപാട് പേരുണ്ട്. ഇപ്പൊ പറയുന്ന മൈത്രേൻ ഉണ്ട്, ഇപ്പം ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം ഞാൻ പറയാം എല്ലാവരും ഗിമ്മിക്കിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആളാകാൻ വേണ്ടി സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് ആളാവുന്നവരുണ്ട്, ജെന്യുവനായിട്ട് നിൽക്കുന്നവരുണ്ട്. അതിനപ്പുറം ഈ പറഞ്ഞ പോലെ അൾട്ടിമേറ്റ് എന്നെ സംബന്ധിച്ച് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ഭൂമിയിൽ അത് മൃഗങ്ങളായിക്കോട്ടെ മനുഷ്യനായിക്കോട്ടെ ജീവിക്കാനുള്ള അവകാശമുള്ളൂ. അവർക്ക് തുല്യമായി കിട്ടുന്ന ഓക്സിജന്റെ അളവുണ്ടല്ലോ, അത് കൂടുതൽ വലിച്ച ചത്തുപോകും. ഏതൊരു വസ്തു തുല്യമായി ഓക്സിജൻ കൂടുതൽ വലിച്ച ചത്തുപോകും. അതായത് ആ ഓക്സിജൻ കിട്ടുന്ന പോലെ എല്ലാവരും ഈക്വൽ ആയിട്ട് ഇരിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു അത്. ഞാൻ അങ്ങനെ നോക്കി കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അങ്ങനെയാണ് നിങ്ങളുടെ അടുക്ക് എത്തിയത്. നമ്മൾ ഒരുപാട് നേരം സംസാരിച്ചു. നിങ്ങളുടെ അമേരിക്കയിൽ നിന്ന് വന്നിട്ട് നിങ്ങളുടെ വിലപ്പെട്ട സമയം ഇനി ഒരുപാടുണ്ട് ഗോമതിക്ക്. ആ സമയങ്ങളൊക്കെ ഞാൻ കടന്നെടുത്ത് എന്റെ ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചു. ഇത്രയും പെട്ടെന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? എനിക്ക് സംസാരിക്കാൻ പേടിയാണ്. കണ്ടില്ലേ നിങ്ങള് എത്ര പേടിച്ചിട്ടാണ് സംസാരിച്ചത്. കുഴപ്പമില്ല. അപ്പൊ എന്താണേലും ഗോമതി 25 വർഷം എന്നുള്ളത് ചുമ്മാ അല്ല, സഹിക്കലും ശ്രമിക്കലും എന്നല്ല, ഒരു അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ്. അല്ലെങ്കിൽ പോകാൻ ഭയങ്കര പാടാണ്. ചിലപ്പോൾ എക്സ്പയറി ഡേറ്റ് ഉണ്ട് എല്ലാ വസ്തുവിനും. ആ എക്സ്പയറി ഡേറ്റും താണ്ടി ഓടിയിട്ടുണ്ട്. ഇപ്പൊ എന്താണെങ്കിലും അതും ഇങ്ങനെ തുറന്ന് പറയാൻ പറ്റും. വെച്ചാൽ ഇപ്പൊ എൻ്റെ അടുത്തിരുന്ന് അല്ലെങ്കിൽ എന്നെ പോലെ ഒരാളുടെ അടുത്തിരുന്ന് ഭാര്യനെ വെച്ചിട്ട് ലൈംഗികത പറയുമ്പോൾ എന്താ മനുഷ്യാന്ന് ചോദിക്കാൻ ചമ്മാണ്ട് മുഖമിരുന്ന് ഒരു ഭാര്യയ്ക്ക് ഇരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് അത്രയും ജനറേഷൻ ഫുൾ എന്താ പറയാ മുന്നോട്ട് നിങ്ങൾ ഓടി എന്നുള്ളതാണ്. അങ്ങനെ കാലം പോകും തോറും നമ്മുടെ മെച്ചൂരിറ്റി ലെവലും കൂടി വരും. ഈ ഞാൻ തന്നെ ഒരു 10-15 കൊല്ലം മുമ്പ് സംസാരിക്കും, ഇങ്ങനത്തെ സംസാരം ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെ പെരുമാറും എനിക്ക് പറയാൻ പറ്റില്ല. അതാണ് ഗോമതിയുടെ പ്രായമുള്ള ആളുകൾ. ഇപ്പൊ ഗോമതിയുടെ പ്രായമുള്ള ആളുകൾ ഇപ്പോഴും ഈ പറയുന്ന ഒരു 20 വർഷം ബാക്കിൽ തന്നെയാണ്. നമ്മൾ പറയുന്ന അവരും കൂടെ ഒന്ന് മുന്നോട്ട് വരട്ടെ. ഇതൊക്കെ അതിനൊരു തുടക്കമാവട്ടെ. എന്താണെങ്കിലും ഭയങ്കര സന്തോഷം. താങ്ക് യു. ഗുഡ് ജോബ്. Taking so much.